ഹായ് ഓൾ. ഇന്നത്തെ പോം എന്ന് പറയുന്നത് എലിസബത്ത് ജെന്നിങ്സ് എന്നുള്ള റൈറ്റർ എഴുതിയ വൺ ഫ്ലഷ് എന്നുള്ള പോമാണ്. ലിറ്ററേച്ചർ ഓഫ് ദി 20th സെഞ്ച്വറിയിലെ പോയമാണിത്. അപ്പോൾ എലിസബത്ത് ജെന്നിങ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പോയറ്റാണ്. ആൻഡ് അവരുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് പേഴ്സണലാണ് ആൻഡ് ഓൾസോ ട്രഡീഷണൽ സ്റ്റൈലാണ് അവരുടെ. ആൻഡ് അവരുടെ ഏർലി പോയട്രി എന്ന് പറയുന്നത് ജേർണൽസിലായിരുന്നു പബ്ലിഷ് ചെയ്തിരുന്നത്. നമ്മുടെ GM ഹോപ്കിൻസിൻ്റെയും WH ഓഡൻ്റെയും റോബർട്ട് ഗ്രേവ്സിൻ്റെയൊക്കെ പോയട്രി ഇവരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ഓക്കെ, സോ ഇവർ ഒരു സ്റ്റൈൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും ഇവരൊരു ട്രഡീഷണൽ റൈറ്റർ ആണെന്ന്. ഇപ്പോൾ ജെന്നിങ്സിൻ്റെ പോയട്രി എന്ന് പറഞ്ഞാൽ ലിറിക് പോയട്രിയാണ്. ആൻഡ് മീറ്ററിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും റൈമിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള മീറ്ററും റൈമുമാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവരുടെ ആ ഒരു ഗ്രൂപ്പിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫിലിപ്പ് ലാർക്കിൻ്റെയും അതായത് കിങ്സ്ലി ആമസ് എന്നുള്ള റൈറ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, മൂവ്മെൻറ്റ് പോയട്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് പോയട്രിയിൽ പെടുന്ന ഒരു ഇൻക്ലൂഡഡ് ആവുന്ന ഒരു റൈറ്ററും കൂടിയാണ് എലിസബത്ത് ജെന്നിങ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇവർക്ക് നമ്മുടെ സിൽവിയ പ്ലാത്തിൻ്റെ കണക്ക് മെൻ്റൽ ഇൽനെസ് ഉണ്ടായിരുന്നു. അത് അവരുടെ പൊയറ്റിക് സെൻസിബിലിറ്റിയൊക്കെ കുറച്ചുകൂടി എഫക്റ്റ് ചെയ്തിരുന്നു. പിന്നെ ഇവർ റോമൻ കാത്തലിക് ആയിരുന്നു. സോ അതുകൊണ്ട് ആ ഒരു ബൈബിളിൻ്റെ ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ ബിബ്ലിക്കൽ ആയിട്ടുള്ള ടേംസൊക്കെ നമുക്ക് ഇവരുടെ പോയത്തിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയം എന്ന് പറയുന്നത് സ്പീക്കറിൻ്റെ പേരൻസിൻ്റെ റിലേഷൻഷിപ്പും അവരുടെ ആ ഒരു സെപ്പറേഷനെ കുറിച്ചുമാണ് പറയുന്നത്. സെപ്പറേഷൻ ഇൻ ദ സെൻസ് ഡിവോഴ്സ് ആയെന്നല്ല, ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ആ ഒരു പാഷൻ ഉണ്ടല്ലോ അത് എൻഡ് ചെയ്തു. അതായത് കുറേ വർഷമായി അവരിപ്പം നല്ല പ്രായമാവാറായി അല്ലെങ്കിൽ ഒരു ഏജിങ് ആണ്. സോ ആ ഒരു പാഷൻ മാരേജിൻ്റെ ഇനിഷ്യൽ ഡേയ്സിലുണ്ടായിരുന്ന പാഷൻ ഇപ്പോൾ എന്താണ് ലോസ്റ്റ് ആണ് അല്ലെങ്കിൽ ആബ്സെൻ്റ് ആണ്. അത് നമ്മുടെ പോയിട്ട് പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു റിലേഷൻഷിപ്പിനെ പിന്നെ മാരിറ്റൽ റിലേഷൻഷിപ്പിനെ കണക്കിലെടുത്തുകൊണ്ട് അതിനെക്കുറിച്ചൊരു പോയമാണ് എഴുതിയിരിക്കുന്നത് വൺ ഫ്ലഷ് എന്നുള്ളത്. പക്ഷെ അവർ ഡിവോഴ്സ്ഡ് ഒന്നും അല്ലെങ്കിൽ പോലും ഈ അച്ഛനും അമ്മയും സ്റ്റിൽ ബോണ്ടഡ് ആണ്. പക്ഷേ അവർ എന്താണ് നോ ലോങ്ങർ ദേ ആർ വൺ ഫ്ലഷ്. അതായത് അവർ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും ദേ ഗ്രൂ എപ്പാർട്ട്. അതായത് ഒരു ഡിസ്റ്റൻസ് അവരുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിസിക്കൽ സെപ്പറേഷൻ, അതായത് ഒരു ബെഡിലാണ് കിടന്നുറങ്ങുന്നതെങ്കിലും ആ ഒരു കോട്ടിലാണ് കിടന്നുറങ്ങുന്നതെങ്കിലും രണ്ട് സെപ്പറേറ്റ് ബെഡ്സ് ആണ്. അതായത് അവരങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയത്തിലോട്ട് കിടക്കാം. അപ്പം ഒരു ഇൻഡിവിജ്വലിൻ്റെ അതായത് പാഷൻലെസ് മാരേജിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ് ഇവിടെ എലിസബത്ത് ജെന്നിങ്സ് പറഞ്ഞു പോകുന്നത്. അതായത് ഒരു മാരേജിൽ പാഷൻ എൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലവ് എൻഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും റിയാക്ഷൻ, അല്ലെങ്കിൽ എങ്ങോട്ടായിരിക്കും ആ മാരേജ് പോകുന്നത്, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ഇവിടെ ഇവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെയാണ്. അതായത് പാരൻറ്റിൻ്റെ മാരിറ്റൽ ലൈഫിനെ കുറിച്ച് ഒരു എക്സ്പ്ലോർ ചെയ്യുകയാണ് ഇവരിവിടെ. ഒരു സാഡ് ആൻഡ് നൊസ്റ്റാൾജിക് ടോണിലാണ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. സോ ഇത് അവരുടെ ഏജിങ് പേരൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അതായത് ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ആ ഒരു അച്ഛൻ്റെ അമ്മയുടെയും ലോങ് മാരീഡ് ലൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം എന്താണ് ചെയ്യുന്നത്, അവരുടെ ആ ഒരു സാഡ്നെസ്, സിമ്പതി, റിഗ്രറ്റ്, ആ ഒരു കൺസേൺസ്, അതായത് ഒരു മകൾക്ക് എന്താണോ തോന്നുന്നത് അതിനെയെല്ലാം കൺവേ ചെയ്തിരിക്കുകയാണ്. അതായത് അച്ഛനും അമ്മയും ക്രിട്ടിസൈസ് ചെയ്യുകയൊന്നും അല്ല, അവൾക്ക് തോന്നിയ കാര്യം, ഒരു മകളെന്ന നിലയിൽ അവർ ഒബ്സർവ് ചെയ്ത കാര്യം നമുക്ക് എഴുതി തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇമോഷണലി ടെൻസ് ആയിട്ടുള്ള ഒരു പോയമാണ് ഇത്. വളരെയധികം ഇമ്പാക്റ്റ് ഉള്ള ഒരു പോയമാണ്. അതായത് ഒരു മാരേജിൻ്റെ ബ്രേക്ക് ഡൗണിലോട്ട് എത്തുവാണ്. സോ അത് അച്ഛനും അമ്മയും അറിയുന്നില്ല. സോ ആ ഒരു കാര്യം എങ്ങനെയാണ് ഈ ഒരു പോയത്തിൽ ഡീൽ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ പേരൻ്റെ ഫിസിക്കൽ സെപ്പറേഷൻ അവർ എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് സിംഗിൾ ബെഡിലാണ് അവർ രണ്ടുപേരും കിടക്കുന്നത്. അച്ഛനാണെങ്കിൽ ഒരു ബുക്കുമായിട്ട് ഇരിക്കുവാണ്, അത് മേ ബി ബൈബിൾ ആയിരിക്കാം. അപ്പോൾ പക്ഷേ അത് വായിക്കുന്ന കണക്ക് ഇൻറ്റൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് വായിക്കുകയല്ല, അച്ഛനത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈറ്റ് ഓണാക്കി തന്നെ ഇരിക്കുകയാണ്, ആസ് ഓഫ് ഹീസ് വർക്കിംഗ്. എന്തോ വർക്ക് ചെയ്യുന്ന കണക്ക്, ആ ബുക്കിനകത്ത് എന്തോ പഠിക്കുന്ന കണക്ക് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് വായിക്കുന്ന കണക്ക് അച്ഛൻ ഇങ്ങനെ ലൈറ്റ് ഓണാക്കി വെച്ചിരിക്കുകയാണ്. അമ്മയാണെന്നുണ്ടെങ്കിൽ ചൈൽഡ്ഹുഡ് ഫാൻറ്റസീസിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ആൻഡ് ആണുങ്ങളെ പൊതുവെ കുറിച്ചൊക്കെ അമ്മ ഇങ്ങനെ സ്വപ്നം കണ്ടെന്തോ ഇങ്ങനെ ഇരിക്കുവാണ്. ഓക്കെ, മകളാണെങ്കിൽ എന്താണ്, അവർ രണ്ടുപേരും എന്തോ ഒരു കാര്യത്തിന് വേണ്ടി, എക്സൈറ്റ്മെൻറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തോ ഒരു എക്സൈറ്റിംഗ് ഇവൻറ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു പോലെയാണ് മകൾക്ക് തോന്നിയത്, അതായത് നമ്മുടെ റൈറ്ററിന് തോന്നിയത്. അതായത് എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് ഒന്നും കൂടി ഹാപ്പൻ ചെയ്താൽ ഇവർ പഴയ പോലെ ആകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് മകൾ ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ബോത്ത് ആർ സ്റ്റെയറിങ് അറ്റ് നത്തിങ്. ഒരാൾ ബുക്കിൽ നോക്കിയിരിക്കുന്നു, ഒരാളല്ലാതെ എന്താണ്
എന്താണ് ചൈൽഡ്ഹുഡ് കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അവർ അമ്മ ഷാഡോസിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു, അച്ഛൻ ബുക്കിൽ സ്റ്റെയർ ചെയ്തിരിക്കുവാണ്. അപ്പോൾ രണ്ടുപേരും എന്ത് ചെയ്യുവാണ്, എന്തോ ആലോചിച്ചിരിക്കുവാണ്. അപ്പോൾ അവർ ഫിസിക്കലിയും മെൻ്റലിയും ഇമോഷണലിയും എന്താണ് ഭയങ്കര രീതിയിൽ ഡിസ്റ്റൻസ്ഡ് ആയിട്ടിരിക്കുവാണ്. ആൻഡ് പോയിട്ട് ഇവരുടെ ഓൾഡ് ബോഡീസ്, ഇവരുടെ ആ ഒരു ഫിസിക്കൽ ബോഡിയെ വേസ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരുപാട് വർഷത്തെ പാഷൻ പോയിട്ട് അവരുടെ രണ്ടുപേരുടെ ഫിസിക്കൽ ബോഡീസ് എന്ന് പറയുന്നത് വേസ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവേഴ്സ് ആയിട്ട് കിടക്കുകയാണ്. അതാണ് സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് പറഞ്ഞത്. അതായത് അവർ ഫിസിക്കലി ഇപ്പോൾ ഗ്രോൺ എപ്പാർട്ടാണ്. അതായത് ഫിസിക്കലി അവർക്ക് ആ ഒരു കോൺടാക്റ്റോ അല്ലെങ്കിൽ സെക്ഷലി അവർക്കൊരു കോൺടാക്റ്റ് ഒന്നും ഇല്ല. സോ അവരുടെ ആ ഒരു പാഷൻ എന്താണ്, അത് പോയി. അപ്പോൾ അവർ ഫിസിക്കലി ഇപ്പോൾ നല്ല രീതിയിൽ ഡിസ്റ്റൻസിൽ തന്നെ ഇരിക്കുവാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്ലൈറ്റ് ടച്ച് അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പോലും അവർ പെട്ടെന്ന് തന്നെ അലേർട്ടാവും. അപ്പോൾ അതായത് അവർക്ക് യാതൊരുവിധ റിയാക്ഷനും ഇല്ല. ഒരു ഇമോഷൻലെസ് ആയിട്ട് മാറിയിരിക്കുകയാണ് അവർ രണ്ടുപേരും. ആൻഡ് ഒരു അൺഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്യൂച്ചറിനെ മാത്രം ഇവർ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന പോലാണ് നമ്മുടെ പോയിറ്റിന് തോന്നിയത്. അതായത് അവരുടെ പാഷനേറ്റ് ഇയേഴ്സ് എല്ലാം കഴിഞ്ഞു, ഇപ്പോൾ അവർ സോളിറ്റ്യൂഡിന് വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോയം പറഞ്ഞു പോകുന്നത്. ഫൈനൽ സ്റ്റാൻസയ്ക്കകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഡോട്ടറിന് ഒരു സർപ്രൈസ് പോലെ തോന്നുവാണ്. കാരണം എന്താണ്, ഈ അച്ഛനും അമ്മയ്ക്ക് വയസ്സായി തുടങ്ങി, അവരത് അറിയുന്നില്ലേ. കാരണം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് പരസ്പരം താങ്ങായിട്ട് അവർ മാത്രമേ ഉള്ളൂ. സോ അവരെന്തുകൊണ്ട് അതിനെക്കുറിച്ച് റിയലൈസ് ചെയ്യുന്നില്ല എന്ന് നമ്മുടെ പോയിറ്റ് പറയുവാണ്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അവരുടെ പാഷനേറ്റ് ലൈഫ്സ് ആണെന്നുണ്ടെങ്കിലും ഇനിയും അത് എന്താ പറയുക, റിന്യൂ ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത് പോയിറ്റ്. അതായത് അവർ എന്ത് തമ്മിലുള്ള ഡിസ്റ്റൻസും ആയിക്കോട്ടെ, അവർ സ്ട്രേഞ്ച്ലി എന്താണ്, അവർ ടുഗെദർ ആണ്. കാരണം എന്താണ്, അവർ മെമ്മറീസ് ഷെയർ ചെയ്യുന്നുണ്ട്, കോമൺ മെമ്മറീസ് ഷെയർ ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസസ് കോമൺ ആണ്. ഇവരുടെ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഐസൊലേഷൻ എന്നുള്ള രീതിയിൽ ഇതെല്ലാം അവർ ഷെയർ ചെയ്യുന്നൊരു കാര്യമാണ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അവർ ഷെയർ ചെയ്യുന്ന ഈ ഒരു ഐസൊലേഷൻ അല്ലെങ്കിൽ മെമ്മറീസ്, അവർ അനുഭവിച്ചു വന്ന എക്സ്പീരിയൻസസ് ഇതെല്ലാം കോമൺ ആണ്. അവർ സംസാരിക്കുന്നില്ലെങ്കിലും ആ ഒരു അൺസ്പോക്കൺ സൈലൻസ് എങ്കിലും ഇവരെ ഒരുമിച്ച് ഇരുത്തുന്നുണ്ട്. ഒരു സെൻസ് ഓഫ് ഐസൊലേഷൻ രണ്ടു പേർക്കും ഉണ്ട്. സോ ഇവർ ഒരു തിൻ ലൈൻ വഴി കണക്റ്റഡ് ആണ്, ഒരു ത്രെഡ് വഴി കണക്റ്റഡ് ആണ്. പക്ഷെ അവർ ഈ ത്രെഡ് വെച്ചിട്ട് ഇവരെ എന്താ പറയുക, ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എൻറ്റാങ്കിൾ ചെയ്യാനോ കണക്ട് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. അവർ ആ ത്രെഡ് അവിടെ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ആ ത്രെഡ് അങ്ങനെ ഒരെണ്ണം ഉണ്ടെന്ന് പോലും ഇവർക്ക് അങ്ങോട്ട് റിയലൈസ് ചെയ്യുന്നില്ല. ആൻഡ് പോയിട്ട് പറയുവാണ്, ടൈം വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, റിയലൈസ് ചെയ്യുമായിരിക്കാം എന്ന് ഇങ്ങനെ പോയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഒരു ഫെദറിൻ്റെ അൺനോട്ടീസ്ഡ് ടച്ച് പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസും സത്യം പറഞ്ഞാൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുവാണ്. അവർ ഫിസിക്കലി ഇമോഷണലി മെൻ്റലി എല്ലാം മാറിക്കൊണ്ടിരിക്കുവാണ്. ആൻഡ് ഈ ഒരു ഷിഫ്റ്റ്, അതായത് ഈ ഏജിങ് എന്നുള്ള ഈ ഒരു ചേഞ്ച് ഇവരുടെ ബോഡിയിൽ വരുന്നതെന്നുള്ളത് ഇവർ റിയലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും നമ്മുടെ പോയിറ്റിന് വണ്ടർ അടിക്കുവാണ്. പോയിറ്റ് ഭയങ്കര ക്യൂരിയസ് ആയിട്ടിരിക്കുവാണ്. ആൻഡ് അവരുടെ ഏജിനെ കുറിച്ച് അവെയർ ആണോ എന്ന് പോലും നമ്മുടെ പോയിറ്റ് ചിന്തിക്കുവാണ്. ആൻഡ് ഐ തിങ്ക് ആ പോയിറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ആർ നോട്ട് അവെയർ ഓഫ് ദി പ്രോസസ് ഓഫ് ഏജിങ് എന്നാണ് പറയുന്നത്. അതായത് അവർ രണ്ടുപേരും മാത്രമേ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായിട്ടുള്ളൂ എന്നുള്ള കാര്യം അവർ റിയലൈസ് ചെയ്യുന്നില്ല. ഇത്രയായിട്ട് പോലും, ഇത്ര ഏജിങ് ആവുന്നെന്ന് പോലും ഇവർ റിയലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പോയം എന്ന് പറയുന്ന ഒരു സാഡ് ടോണിലാണ് എഴുതിയിരിക്കുന്നത്. വളരെ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള റിതമിലും അതുപോലെ ഒരു ഇച്ചിരി നെഗറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലുമാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഈ മാരിറ്റൽ ലവ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് പാഷനെല്ലാം പോയി എന്തിനോ വേണ്ടി ജീവിക്കുന്ന പോലെ ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആകും എന്ന് ഇൻഡയറക്ട്ലി നമ്മുടെ പോയിട്ട് പറയുവാണ്. പണ്ട് ഫിസിക്കലിയും മെൻ്റലിയും ഒരു ഫ്ലഷ് ആയിട്ടിരുന്നവർ ഇപ്പോൾ എന്താണ്, വെറും സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ. അതിപ്പോൾ അവരിപ്പം രണ്ടുപേരും വളരെയധികം ഏലിനേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ പോയം ഇപ്പം ഇറ്റ് ഈസ് അബൌട്ട് ദ സ്പീക്കേഴ്സ് പേരൻസ് ആണെങ്കിൽ പോലും സ്പീക്കർ ഹേഴ്സെൽഫ് അവരുടെ ലവിനെ കുറിച്ച് മാരേജിനെ കുറിച്ചുള്ള വ്യൂസാണ് ഇവിടെ ഇൻഡയറക്ട്ലി പറഞ്ഞു പോകുന്നത്. അതായത് അച്ഛനും അമ്മയുടെ മാരേജ് എങ്ങനെയാണ് ലൈഫ്ലെസ് ആയി മാറുന്നത് അവർ കണ്ടു. ഇപ്പോഴും ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ലൈഫ്ലെസ് ആണ്, ഇമോഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ ആളുകളും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ട്രെയിൻഡ് ആയിരിക്കണം. അതായത് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി മാരേജ് ഡേയ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ മാരിറ്റൽ ഡേയ്സ് ആകുമ്പോൾ നമ്മൾ ഇതുപോലെ പാഷൻലെസ് ആകും എന്ന് പറയുവാണ്. ഓക്കെ, ആൻഡ് ദെൻ അപ്പോൾ ഈ വൺ ഫ്ലഷിൻ്റെ ഒരു അണ്ടർ ടോൺ എന്ന് പറയുന്നത് എന്താണ്, ഓദറിൻ്റെ ബിലീഫാണ്. അതായത് മാരേജ് എന്ന് പറയുന്നത് ഇറെലവൻ്റ് ആണെന്നും പീപ്പിൾ എൻഡ് അപ്പ് എലോൺ ആൻഡ് സെലിബ്രേറ്റ്. അതായത് യാതൊരു വിധത്തിലുള്ള ഒരു ഫിസിക്കൽ കോൺടാക്റ്റും ഇല്ലാതെ, ഒരു സെക്ഷൽ കോൺടാക്റ്റും ഇല്ലാതെ, ഇൻറ്റിമസിയും ഇല്ലാതെ, പാഷനും ഇല്ലാതെ അവസാനം എല്ലാവരും എന്ത് ചെയ്യും, ഒറ്റയ്ക്കായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് നമ്മുടെ പോയിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്പീക്കർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ റൈറ്ററിനെയും പറയാം, അല്ലെങ്കിൽ നമ്മുടെ അല്ലാതൊരു സ്പീക്കർ, അൺനോൺ സ്പീക്കർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം നമ്മുടെ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ഇവിടെ ചോദിക്കാം. ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ വൺ ഫ്ലഷ് എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്,
അതുപോലെ നമ്മുടെ എലിസബത്ത് ജെന്നിങ്സ് ഏത് ഇംഗ്ലീഷ് ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സിന്റെ ആ ഒരു ഇതിലാണ് കാറ്റഗറിയിലാണ് വരുന്നത്? അത് മൂവ്മെന്റ് ഗ്രൂപ്പ് ഓഫ് പോയട്രിയിലാണ് ഇവർ വരുന്നത്. പിന്നെ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്ത 2 പോയറ്റ്സിന്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞു. ഇതിനകത്ത് മേജർ തീം എന്ന് പറയുന്നത് എന്താണ്? സെപ്പറേഷൻ ഇൻ മാരേജ് ആണ്, അല്ലെങ്കിൽ ഐസൊലേഷൻ ഇൻ മാരേജ്. ഓക്കെ, ദെൻ ഓൺ ഫ്ലഷ് എന്നുള്ളത് ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു പോയട്രി കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ദ മൈൻഡ് ഹാസ് മൗണ്ടെയിൻസ് എന്നുള്ള ഒരു പോയട്രി കളക്ഷനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. സ്പീക്കർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു യങ് ഗേൾ ആയിട്ട് റിഫ്ലക്ട് ചെയ്യുക, അല്ലെങ്കിൽ പോയറ്റ് ഹെർസെൽഫ് എന്ന് പറയാം. ടോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു പെസിമിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഇച്ചിരി നെഗറ്റീവ് ആയിട്ടുള്ള ടോണിൽ, അല്ലെങ്കിൽ ഒരു സാഡ് ആയിട്ടുള്ള ടോണിലാണ് ഇത് എഴുതി പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്രേസ് ഉണ്ട് നമ്മുടെ പോയത്തിനകത്ത്, സ്ട്രേഞ്ച്ലി അപ്പാർട്ട് യെറ്റ് സ്ട്രേഞ്ച്ലി ക്ലോസ് ടുഗെദർ. അതായത് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ പോലും അവർ രണ്ടുപേരും ഒരു റൂമിലാണെങ്കിൽ, രണ്ടുപേരും ഒരു മുറിയിലാണ് താമസിക്കുന്നതെങ്കിൽ, ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പാർട്ടാണ്, അതായത് ഡിസ്റ്റൻസ് അവർ തമ്മിലുണ്ട്. പക്ഷേ എന്നാൽ അവർ ഒരുമിച്ചുമാണ്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പിലെ ഐസൊലേഷൻ അല്ലെങ്കിൽ ആ ഒരു സൈലൻസിനെയാണ് പറയുന്നത്. അതായത് അവർ രണ്ടുപേരും ഇപ്പോൾ കോമൺലി ഐസൊലേറ്റഡ് ആണ്, പക്ഷേ അവർ താമസിക്കുന്നതെന്ന് വെച്ചാൽ ഒരുമിച്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടൈറ്റിലിൻ്റെ പോയം എന്ന് പറയുമ്പോൾ, ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ വൺ ഫ്ലഷ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു ഫിസിക്കൽ എന്താ പറയുക ഡിസ്റ്റൻസിനെ, അതുപോലെ മെൻ്റൽ ഡിസ്റ്റൻസിനെയാണ് ഇവിടെ കാണിക്കുന്നത്. പണ്ട് ഒരുമിച്ചായിരുന്നു, പണ്ട് ഫിസിക്കലി മെൻ്റലി ഇമോഷണലി എല്ലാം വൺ ബോഡി ആയിട്ട് കഴിഞ്ഞവർ ഇപ്പോൾ എന്താണ് സെപ്പറേറ്റ് ആയി മാറിയിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ബിബ്ലിക്കൽ ലാംഗ്വേജിൽ അല്ലെങ്കിൽ ബിബ്ലിക്കൽ വേർഡ്സിൻ്റെ യൂസേജ് ഈ പോയത്തിനകത്ത് എന്ത് വരുന്നു? അപ്പോൾ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മുടെ എലിസബത്ത് ജെന്നിങ്സ് എന്ന് പറയുന്നത് കാത്തോലിസിസമിനെ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതിനകത്ത് ബിബ്ലിക്കൽ ഇമേജറി ഒബ്വിയസ്ലി ഉണ്ട്. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് കൺഫെഷൻ എന്നുള്ള വേർഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പേരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഫീലിങ്സും അവരുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫസ് ചെയ്യണം എന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെന്ന് പറയുന്നത് ഇവരുടെ ഒരു മാരേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നല്ല രീതിയിൽ ചേസ്റ്റായിട്ട്, അതായത് ചേസ്റ്റിറ്റി ഉണ്ടായിരുന്ന ഒരു മാരേജാണ്. പിന്നീട് അങ്ങോട്ട് വലിയ ഇതൊന്നും കാണുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ചേസ്റ്റിറ്റി എന്നുള്ള വേർഡും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഹസ്ബൻഡ് വായിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത്, അതായത് അച്ഛൻ വായിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ബൈബിളായിരിക്കാം. അപ്പോൾ ഈ 3 കാര്യമാണ് വരുന്നത്, കൺഫെഷനും ചേസ്റ്റിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ബൈബിളിൻ്റെ ആ ഒരു ബുക്കും. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. പിന്നെന്താണ്, ഒരു ഫിസിക്കലി മെൻ്റലി ഒക്കെ ഒരുപാട് കണക്റ്റഡ് ആയിട്ടിരുന്ന 2 പേര് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എന്താണ് ഒരു ഐസൊലേറ്റഡ് ഫീലിങ്ങിലോട്ട് വന്നു പോയി എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പാസേജ് ഓഫ് ടൈമിനെ കുറിച്ച് തീം എങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്? പാസേജ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ടൈം പോകുന്നതനുസരിച്ച് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി വന്നു. വൺസ് വളരെ എന്താ പറയുക, വളരെയധികം ഒരു ഫ്ലഷ് ആയിട്ട് കഴിഞ്ഞിരുന്നവർ ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഏജിങ്ങിൻ്റെ കാര്യം പറയുക, അതായത് ഏജ് കൂടുന്നതനുസരിച്ച് ഇവരുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. പോയിട്ട് ചോദിക്കുന്നുണ്ട്, അവർക്ക് തന്നെ അറിയത്തില്ലേ അവർ ഓൾഡായി മാറുകയാണെന്ന്? അവരെപ്പോഴാണ് ഇനി അത് മനസ്സിലാക്കുന്നത്? ഡു ദേ നോ ദേ ആർ ഓൾഡ് എന്ന് നമ്മുടെ പോയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു പോയിൻ്റാണ് ഇവിടെ പറയേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് വരേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇതുപോലെ എലിസബത്ത് ജെന്നിങ്സിനെ കുറിച്ച് പറയുക, അവരുടെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് പറയുക, ഈ പോയത്തിനകത്ത് എന്തിനെക്കുറിച്ചാണ് ഇത് എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് പറയുക, പിന്നെ പോയിറ്റിൻ്റെ ആ ഒരു 3 സ്റ്റാൻസാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.